അതിന്റെ കൊമ്പൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. കളർ അടിച്ചതാണ്. കളർ അടിച്ചതാണോ? ഗോൾഡൻ പെയിന്റ് അടിച്ചേക്കുന്നതാണ്. അതിന് കുഴപ്പമില്ല. അതായത് ടോക്സിക് അല്ലാത്ത പെയിന്റ് അല്ലേ അടിക്കുന്നത്? ടോക്സിക് അല്ലാത്ത പെയിന്റ് അടിച്ചേക്കുന്ന ഇടിയാട് എന്ന് പറയുന്ന സാധനമാണ്. അതിനകത്താണ് അടിയത്. ഇത് കാണുമ്പോ തന്നെ ഒരു ഗംഭീരമായ ലുക്ക് ഉണ്ട്. ബാ ബാ ബാ. ഇതെന്തുവാണ് കയ്യിരിക്കുന്നത്? ഇത് ബോൾ പൈത്തൺ. ബോൾ പൈതൺ. പൈതൺ ആണ്. അന്നേരം ഇതിനെ വളർത്താൻ പറ്റുന്ന ലൈസൻസ് വേണം അല്ലേ? അത് ലൈസൻസോടുകൂടി തന്നെ വളർത്താൻ പറ്റുന്ന പൈതൺ ഇനത്തിൽ വരുന്ന ബോൾ പൈതൺ ആണ് അല്ലേ? അതിപ്പോ നിൽക്കുന്നത് നന്ദകിഷോറിന്റെ അടുത്താണ്. മോനേടാ ഇതെന്ത് സംഭവം? ഇത് കൃഷ്ണ പശു. ഏറ്റവും ചെറിയ പശുവാണോ? ഏറ്റവും ഷോർട്ട് ഇത് തന്നെയാണ്. കൃഷ്ണ പശുവിൽ ഏറ്റവും ഷോർട്ട് പശുവാണ് ഈ കാണുന്നത്. ഏകദേശം ഒരു എത്ര പൊക്കം വരും? 2 അടി. 2 അടി പൊക്കേ ഉള്ളൂ. മോൻ എത്ര ക്ലാസ്സിൽ പഠിക്കുന്നത്? ഞാനിപ്പോ 7ാം ക്ലാസ്സിൽ. 7ാം ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. അന്നേരം ദാണ്ട കണ്ടല്ലേ, 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന മോന്റെ പെറ്റാണല്ലേ. വേറെ എന്തൊക്കെ പെറ്റാ ഇവിടെ ഉള്ളതെന്ന് കാണാൻ പറ്റുമോ? കാണാം. മോനെ കയ്യിലെന്താ ഇരിക്കുന്നത്? ഇത് കനേഡിയൻ പിഗ്മി, ആട് വർഗത്തിൽ ഏറ്റവും ചെറിയ ആട്. ഏറ്റവും ചെറിയ ആടാണോ? അതെ അതെ. വേറെ ഇതിൽ ഒരുപാട് പ്രത്യേകതയുള്ള ഒരുപാട് സാധനങ്ങളുണ്ടെന്ന് പറയുന്നല്ലോ. അതൊന്നും അതേതാടാ? അത് ഇതിന്റെ തന്നെ അമ്മ. ഇതിന്റെ അമ്മയാണോ? അതെ അതെ. ഇത്രേ വളരത്തോളോ? ഇത്രേ വളരുന്നത്. ഏതോ 1 അടി പൊക്കം ഉണ്ടോ? ഏകദേശം 1 അടി പൊക്കേ ഉള്ളു കേട്ടോ. അന്നേരം ഇത്രയും ചെറിയ ആടാണല്ലേ? ഏറ്റവും ചെറിയ ആട്. ഏറ്റവും ചെറിയ ആട്. മോനെ ഇതൊക്കെ എന്തുവാണ് ഇതൊക്കെ പറയടാ? ഇതാണ് നമ്മുടെ ഇവിടുത്തെ മെയിൻ കുതിര. ആമി എന്നാണ് പേര്. നമ്മുടെ മമ്മൂട്ടിയുടെ ടർബോ എന്ന പടത്തിനകത്തേക്ക് കൊടുത്ത കുതിരയാണ്. മമ്മൂട്ടിയുടെ ടർബോ പടത്തിനകത്ത് കൊടുത്ത കുതിരയല്ലേ? അതെ അതെ. അടിപൊളി. ഇനി അടുത്ത ഏതാ ഉള്ളെ? ഇപ്പുറത്തോട്ട് ഒന്ന് നോക്കി കാണിച്ചെന്നേ. അടുത്ത ഇത് ഫാൻസി പോണി. ഫാൻസി പോണിയല്ലേ? കുട്ടികൾക്കൊക്കെ കൊണ്ടു നടക്കാൻ പറ്റുന്ന രീതിയിലുള്ള. അതിനൊന്നും തൊടാവോ? ഒരു കുഴപ്പമില്ല. അടിപൊളി. ഇനി അടുത്ത അതെന്തോ ബാക്കില്? ഇത് പോണി കുതിരയാണ്. പോണി കുതിരയാണ്. കുതിര വർഗത്തിൽ ഏറ്റവും ചെറിയ കുതിര. പോണി കുതിരയാണ്. അതിന്റെ പേരെന്താ? ബിർല. ബിർല. അതിന്റെ പേരെന്താ വരുന്നത്? അതിന്റെ പേര് ഇട്ടിട്ടില്ല. അതെ. ഇനി ഇതെന്തോ? ഇത് ഭയങ്കര സൈസ് ആണല്ലോ. ഇത് കാളി. കാളി പടത്തിലൊക്കെ അഭിനയിച്ചിട്ടുണ്ടോ? 2 പടത്തിലുണ്ടോ? 2 പടത്തിലുണ്ട്. അടിപൊളി. കാളി കേട്ടോ. കാളി. കാളി എന്തോ ഒന്ന് പിടിച്ചേ നോക്കട്ടെ. കുളിപ്പിക്കുമല്ലേ? കുളിപ്പിക്കുക. ഫുള്ള് തണുപ്പ്, ചൂട് സമയമായിട്ട് മൊത്തം വെള്ളമൊക്കെ ഒഴിച്ച് നല്ല സുമാറാക്കി നിർത്തിയേക്ക് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കേട്ടോ. അടിപൊളി. മോനെ ഇവിടെ നിനക്കൊരു ഒട്ടകം ഉണ്ടെന്ന് പറയുന്നുണ്ടല്ലേ? മോനെ ഈ ഒട്ടകത്തിന്റെ പ്രത്യേകത എന്ന് പറയടാ. ഇത് വെള്ള ഒട്ടകമാണ്. സാധാരണ രാജസ്ഥാനിൽ കാണുമ്പോൾ ബ്ലാക്ക് ഒട്ടകമാണ്. ഇത് വൈറ്റ് ഒട്ടകം കൂടിയാണ്. വെള്ള ഒട്ടകമാണല്ലേ? ഇത് ഇവനും പടത്തിനകത്ത് കാണാൻ അഭിനയിച്ചിട്ടുണ്ടോ? നമ്മുടെ കായംകുളം കൊച്ചുണ്ണി. കൊച്ചുണ്ണിക്കകത്തുണ്ടല്ലേ? മാമാങ്കത്തിനകത്തൊക്കെ ഉണ്ട്. എന്താ മോന്റെ ഇതെവിടെ സ്ഥലം എന്ന് പറഞ്ഞാലേ? ഇത് പത്തനംതിട്ട ജില്ലയിൽ തട്ട, അടൂരിൽ നിന്നും പന്തളത്തുനിന്നും കൃത്യം 10 കിലോമീറ്റർ നടുക്കാണ്. ഇതിന്റെ ഫാമിന്റെ പേരെന്താന്ന് നന്ദന ഫാമിലാണ് കേട്ടോ നമ്മളിപ്പോ നിൽക്കുന്നത്. അന്നേരം ഇല്ലേ വേറെ ഒരുപാട് സാധനങ്ങളുണ്ടല്ലേ? അതൊക്കെ ഒന്ന് കാണാനായിട്ട് നമുക്കൊന്ന് കറങ്ങി നോക്കിയാലോ? പ്രേക്ഷകരെ മൊത്തം കാണിക്കാൻ വേണ്ടിട്ട്. ഓക്കെ. പറഞ്ഞോ. ഇതെന്താ സാധനം? ഇത് യമു പക്ഷി. യമു പക്ഷിയാണ് കേട്ടാ. ഒട്ടകപക്ഷി രണ്ടാമത്തെ ഏറ്റവും വലിയ പക്ഷി. ഏറ്റവും വലിയ പക്ഷി. ഒട്ടകപക്ഷിയുടെ കഴിഞ്ഞു കഴിഞ്ഞാൽ 2ാമത്തെ ഏറ്റവും വലിയ പക്ഷിയാണല്ലേ? അതിനും അതിന് തീറ്റ കൊടുക്കാൻ വേണ്ടി വന്നതാണ്. അടുത്തൊരെണ്ണം വരുന്നുണ്ട് കേട്ടാ. ദിനോസർ വരുന്നതൊക്കെ വരുന്നത്. ഇതിന്റെ ഒരു മുട്ടയ്ക്ക് 1500 മുതൽ 3500 വരെ വില വരും മാർക്കറ്റില്. നമുക്ക് ഇവിടെ അവൈലബിൾ ആണ്. ഏതാ മറ്റേ ഒട്ടകപക്ഷിയുടെ മുട്ടയാണോ അതോ യമു പക്ഷിയുടെ മുട്ട ഇവിടെ അവൈലബിൾ ആണ്? അതിന് താണ്ടെ കണ്ടില്ലേ? യമു പക്ഷിയാണ്. അന്നേരം യമു പക്ഷിയുടെ അത്യാവശ്യം നല്ല വിലയുള്ള മുട്ടയാണല്ലേ? വിലയുള്ള മുട്ടയാണ്. കാളി ഭയങ്കര ഭംഗിയാണല്ലോ അല്ലേ? അതെ. കാളിക്ക് നല്ല ഒരു എന്താ പറയാ നിൽക്കുന്ന നിപ്പൊക്കെ കണ്ടില്ലേ? ഒരു രക്ഷയില്ല കേട്ടോ. നല്ല സൈസിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്നുണ്ട്. നമ്മളൊരു വെറൈറ്റി സാധനത്തിനെ പരിചയപ്പെടുത്തി തരാൻ വേണ്ടി വന്നതാണ്. ഏതാണ്ട് ഇതാണ് ഇടിയാട്. അതായത് തമിഴ്നാട്ടിൽ നമ്മളെ തമിഴ്നാട്ടിൽ നിന്ന് ഓരോ സ്ഥലത്തും നമ്മൾ എടുത്തോണ്ട് വരുന്നല്ലേ? നല്ല അതിന്റെ കൊമ്പൊക്കെ ഒരു രക്ഷയില്ല കേട്ടോ. കളർ അടിച്ചതാണ്. ഗോൾഡൻ പെയിന്റ് അടിച്ചേക്കുന്നതാണ്. അതിന് കുഴപ്പമില്ല. അതായത് ടോക്സിക് അല്ലാത്ത പെയിന്റ് അല്ലേ അടിക്കുന്നത്? ടോക്സിക് അല്ലാത്ത പെയിന്റ് അടിച്ചേക്കുന്ന ഇടിയാട് എന്ന് പറയുന്ന സാധനമാണ്. അതിനകത്താണ് അടിയത്. ഇത് കാണുമ്പോ തന്നെ ഒരു ഗംഭീരമായ ലുക്ക് ഉണ്ട്. ബാ ഇല്ല നമുക്കതിന് തൽക്കാലത്തേക്ക് ഇടിയാടിനെ പറ്റി മനസ്സിലാക്കാൻ കൂടുതൽ അറിയാനായിട്ട് ഇല്ലേ നന്ദന ഫാമിൽ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ അറിയാൻ പറ്റും. ഓക്കെ. ഇവിടെ വന്നപ്പോഴത്തേക്ക് ഗസ്റ്റുകൾക്ക് അല്ലേ ഇതേപോലെ തന്നെ തോളെ വെക്കാനുള്ള സാഹചര്യം കൂടി ഉണ്ട്. അതായത് മെക്കാവു അല്ലേ? മെക്കാവു പാരന്റ് ആണ്. മെക്കാവു അടിപൊളി. എങ്ങനെയുണ്ട് ചേട്ടാ? നല്ല വെയിറ്റ് ഉണ്ട്. കരഞ്ഞപ്പോഴത്തേക്ക് അടിപൊളി. ഇതേപോലെ കുറെ കാഴ്ചകളൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ വേറെ എന്തൊക്കെയാ ഇവിടെ ഉള്ളത്?
മോനെ ഇതെന്തുവാണ് കയ്യിരിക്കുന്നത്? ഇത് ബോൾ പൈത്തൺ. ബോൾ പൈതൺ. അതെ. പൈതണാണ്. അന്നേരം ഇതിനെ വളർത്താൻ പറ്റുന്ന ലൈസൻസ് വേണം. ലൈസൻസ് വേണം അല്ലേ? അത് ലൈസൻസോടുകൂടി തന്നെ വളർത്താൻ പറ്റുന്ന പൈതൺ ഇനത്തിൽ വരുന്ന ബോൾ പൈതനാണ് അല്ലേ? അതെ. ഇത് എത്ര ഫീറ്റ് നീളമുണ്ട് ഇതിന്? ഇപ്പൊ കറക്റ്റ് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഏകദേശം ഒരു 1.5 അടി 2 അടിക്ക് മേളിലുണ്ട് തോന്നല്ലേ? ഇത് അക്രമകാരിയൊന്നും അല്ല, നമുക്ക് കയ്യിൽ പെറ്റായിട്ട് വളർത്താൻ പറ്റുന്ന ഒന്നാണല്ലേ? അതാണ്ട് ഇത് ബോൾ പൈതനാണ്. ബോൾ പൈതനാണ്. കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി ഇതിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നേരിട്ട് കാണാനും തൊടാനും ഒക്കെ പറ്റുമല്ലേ? മോനെ എന്തുവാ മോനെ കമ്പൊക്കെ വെച്ചിറക്കുന്നത്? ഇത് മെക്കാവോ ആണ്. നമുക്ക് അങ്ങോട്ടൊന്ന് നോക്കി നിന്നാലോ? അതിന് കുറച്ചും കൂടെ നല്ല ഭംഗിയിൽ ഇതിനെ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. നന്ദന ഫാമില് പേരെന്തോ? തക്കുടു. നല്ല വെറൈറ്റി പേരാണല്ലോ തക്കുടുവിന്റെ. ഒരു രക്ഷയില്ല. ആള് ഫ്രണ്ട്ലി. എന്തെങ്കിലും സംസാരിക്കോ? ഇല്ല, സംസാരിക്കാറായിട്ടില്ല. കുഞ്ഞല്ലേ? കുഞ്ഞാണ് കേട്ടോ. കുഞ്ഞ് മെക്കാവു ആണേ. മെക്കാവു മോനെ എത്ര നാളായി കാണും ഇത്? ഇതിപ്പോ ഒരു 8 മാസം. 8 മാസം പ്രായമുള്ള മെക്കാവു കുഞ്ഞാണേ. മെക്കാവുവിന്റെ കുഞ്ഞിനെ വളർത്തുന്നതാണ് അല്ലേ? നല്ല ഭംഗിയല്ലേ? ഇതൊക്കെയല്ലേ ആളുകൾ ആഗ്രഹിക്കുന്നത്, കാണാനും തൊടാനും ഒക്കെ ആയിട്ടല്ലേ? ഉമ്മയൊക്കെ വയ്ക്കോ? ഉമ്മ വരും. ഇത് കമ്പിളിക്കേറ്റ് ട്രെയിൻ ചെയ്യിക്കുന്നതല്ലേ? കമ്പിളിക്കേറ്റ് ട്രെയിൻ ചെയ്തേക്കുന്ന ഇതിന് പേര് ഗ്രേ പാരറ്റ്. ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്. ഏറ്റവും കൂടുതൽ ഭാഷ സംസാരിക്കാൻ അറിയാവുന്ന ഒരു പാരറ്റ് ആണ്. ഇത് ഹിൽ പാരറ്റ് അല്ല, ഇത് ആഫ്രിക്കൻ വെറൈറ്റി ഗ്രേ പാരറ്റ് എന്ന് പറയുന്ന കിളിയാണ്. തത്തയാണ്. തത്ത ഇനത്തിൽ വരുന്ന ഏറ്റവും കൂടുതൽ ഭാഷയിൽ സംസാരിക്കാൻ കഴിവുള്ള ഒരു ബേർഡാണ്. ഓക്കെ, മുത്ത്. മുത്ത് അടിപൊളിയാണല്ലോ മോനെ. അന്നേരം ഇവിടെ വേറെ എന്തൊക്കെയാ ഉള്ളതെന്ന് പറ, ബ്രീഫ് ചെയ്ത് ആൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ. എമു പക്ഷിയുണ്ട്, ഒട്ടകമുണ്ട്, പിന്നെ നമ്മുടെ ഗിനിപ്പിഗ് ഉണ്ട്, ഫാൻസി കോഴികളുണ്ട്, ടർക്കി ഉണ്ട്, ഇഗ്വാനയുണ്ട്, പിന്നെ ഫെററ്റ് ഉണ്ട്, കൃഷ്ണപശു ഉണ്ട്, പ്രാവുണ്ട്, എല്ലാ ഐറ്റംസും ഉണ്ട്. അതേപോലെ എമു പക്ഷി മുതൽ എല്ലാ സാധനങ്ങളും കുറെ ഐറ്റം ഉണ്ട്. അന്നേരം ഇതല്ലേ ഇവിടുന്ന് പാർക്കൊക്കെ ഉണ്ടോ? കുട്ടികൾക്ക് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു ചെറിയ പാർക്കാണ് ചിൽഡ്രൻസ് പാർക്കും ഉണ്ട്. അന്നേരം സമയം പോലെ വന്നു കഴിഞ്ഞാൽ ഒരു മണിക്കൂർ സ്പെൻഡ് ചെയ്യാനല്ലേ? 1 മണിക്കൂറാണോ? 1 മണിക്കൂറല്ല, ഒരു ദിവസം വരെ. പിന്നെ ഇവിടെ എന്തൊക്കെയാ മെയിൻ ആയിട്ട്? ഹോഴ്സ് റൈഡിംഗ് ഉണ്ടോ? ഹോഴ്സ് റൈഡിംഗ് ഉണ്ട്, ബോട്ടിംഗ് ഉണ്ട്. കുട്ടികൾക്ക് കൈവച്ച് കറക്കാൻ പറ്റുന്ന രീതിയിലുള്ള ബോട്ടിംഗ്. അതേപോലെ തന്നെ മറ്റേ ഒട്ടകം ഉണ്ടല്ലേ? ഒട്ടക സവാരിയാണോ? കുതിരവണ്ടി സവാരി ഉണ്ടോ? അന്നേരം എല്ലാം കൂടെ ചേർത്ത് വലിയൊരു പാർക്ക് ഭാവിയിൽ ആവാൻ വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പാ അല്ലേ? ഓക്കെ. അന്നേരം മോന്റെ പേര് ഒന്നുകൂടെ പറഞ്ഞേ. നന്ദകിഷോർ. അന്നേരം മോനെ ഇവിടെ ലൊക്കേഷൻ കറക്റ്റ് ആയിട്ട് വരാനായിട്ട് ആഗ്രഹമുള്ളവർക്ക് എവിടാന്നൊന്ന് പറഞ്ഞു കൊടുക്കാവോ? പറഞ്ഞേരെ. പത്തനംതിട്ടയിൽ തട്ട, അതായത് അടൂരിന് കൃത്യം 10 കിലോമീറ്റർ ആണ് ഇവിടത്തേക്കുള്ളത്. നമ്മുടെ ഒരുപ്പുറം അമ്പലത്തിന്റെ തൊട്ടിപ്പുറത്ത് തന്നെയാണ്. വന്നു കഴിഞ്ഞാൽ ഇതെല്ലാം നേരിട്ട് നിങ്ങൾക്ക് വന്ന് കാണാനായിട്ട് സാധിക്കും, ആസ്വദിക്കാൻ സാധിക്കും അല്ലേ? കുറെ ഐറ്റങ്ങൾ ഇതേപോലെ തന്നെ എടുക്കാനായിട്ട് പറ്റും ഇല്ലേ? അത് നമ്മളിവിടെ പ്രത്യേകം വരുന്നവർക്ക് സ്റ്റാഫിനെ കൊടുക്കുവോ? ഒരു സ്റ്റാഫിനെ അവരുടെ കൂടെ വിടും. അവര് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് കൊടുക്കും. ഫററ്റിനെ നമുക്ക് കണ്ടില്ല, ഫററ്റിനെ നമുക്ക് കാണാനായിട്ട് പറ്റുമല്ലേ? അതിനെ ഫററ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോന്ന് പറഞ്ഞു കൊടുത്തേരെ. നമ്മുടെ ഇപ്പൊ ഫെററ്റ് നമ്മുടെ ബ്രഹ്മയുഗം, മമ്മൂട്ടിയുടെ ബ്രഹ്മയുഗം എന്ന് പറയുന്ന സിനിമയ്ക്കകത്ത് കൊടുത്ത ഒരു, അതായത് കറി വെച്ച് കഴിക്കുന്ന കാട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് വന്ന് അതിനകത്ത് കഴുകി വെച്ച് മമ്മൂട്ടിക്ക് കൊടുക്കുന്ന സീനകത്ത് നമ്മുടെ ഫെററ്റാണ് ഉള്ളത്.